പ്രത്യക്ഷപ്പെടും. പക്ഷേ നന്മയുടെ രൂപം പ്രത്യക്ഷപ്പെടുന്ന ആൾക്ക് സന്തോഷത്തോടെ വിട പറയാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി വഫാത്താകുന്ന സമയത്ത് തങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം തബറാനി തങ്ങൾ അവിടുത്തെ ജാമിഉൽ കബീറിൽ കൊണ്ടുവന്ന ഹദീസാണ്. സൽമാനുൽ ഫാരിസി തങ്ങൾ പറയുന്നു, ഞങ്ങളും തങ്ങളോടൊപ്പമുണ്ട്. അൻസാരിയായ സഹാബി മരണത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു. തങ്ങൾ ചോദിച്ചു, മാ തജിദു, എന്താണ് നിന്റെ അനുഭവം? സഹാബി പറഞ്ഞു, അജിദുനി ബിഖൈർ, നബിയെ എനിക്ക് നല്ലതാണ് മനസ്സിലാകുന്നത്. രണ്ട് ആളുകൾ രണ്ട് രൂപം എന്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. വഖദ് ഹളറനി ഇത്നാനി അഹദുഹുമാ അസ്വദു വൽ ആഖറു അബിയദു, വെളുത്ത നിറത്തിലുള്ള ഒരാളും കറുത്ത രൂപത്തിലുള്ള ഒരാളും രണ്ടാൾ എന്റെ മുന്നിൽ ഹാജരായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയ്യുഹുമാ അഖറബു മിൻകാ, കറുത്ത ആളും വെളുത്ത ആളും ആരാണ് നിന്നിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? ഖാല അൽ അസ്വദു, കറുത്ത നിറത്തിലുള്ള ആളാണ് നബിയേ. നമ്മളൊക്കെ കാണാൻ പോകുന്ന രൂപങ്ങളാ. അപ്പൊ തങ്ങള് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, കറുത്ത രൂപത്തിലുള്ള ആളാണോ അടുത്തുള്ളത്? ഇന്നൽ ഖൈറ ഖലീൽ വശർറ കസീർ, നന്മ കുറവാണ്, തിന്മ ധാരാളമുണ്ട്. കുറെ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട്. ഇവിടെ വൈകിയാൽ ട്രെയിനും പോകും. വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. തങ്ങളിപ്പാപ്പ ദ്വാരം നമ്മുടെ സദസ്സ് അവസാനിപ്പിക്കും. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. നന്മ കുറവാണ്, തിന്മ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് മുന്നിൽ ഈ കാഴ്ച കാണുന്നത്. വെളുത്ത ആളല്ല അടുത്ത് നിൽക്കുന്നത്, കറുത്ത ആളാണ്. അപ്പൊ ആ സ്വഹാബി ഇത് കേട്ടപ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് നന്മയിലായിട്ട് നല്ല രൂപത്തിലായിട്ട് മരിക്കണം, അതിന് തങ്ങളൊന്ന് ദ്വാരക്കണം നബിയെ. ഒരൊറ്റ ദുആ കൊണ്ട് നബിയെ, അവസാന ഘട്ടമാണ്, എനിക്ക് സുഖം തരണം, സന്തോഷത്തോടെ എനിക്ക് പിരിഞ്ഞു പോകണം. അല്ലാഹുവിന്റെ റസൂൽ ദുആയിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിരിൽ കസീറ വൻമിൽ ഖലീൽ, ധാരാളമുള്ളത് നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാ, കുറച്ചുള്ളത് നീ വികസിപ്പിച്ചു കൊടുക്കണേ അല്ലാ, കുറഞ്ഞതല്ലേ ഖൈർ, അത് നീ വളർത്തി കൊടുക്കണം, തിന്മയല്ലേ കൂടുതലുള്ളത് മാപ്പാക്കി കൊടുക്കണം. കുറച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട് കാഴ്ച? നബിയെ, ഞാനിപ്പോ ഖൈറാണ് കാണുന്നത്, നന്മങ്ങനെ വളർന്നു വരുന്നു, തിന്മങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നു. ആ കറുത്ത രൂപം പിറകോട്ട് പോയി നബിയേ, ഇപ്പൊ വെളുത്ത രൂപം മാത്രമാണ് എന്റെ മുന്നിലുള്ളത്. ചോദിച്ചു, അയ്യോ അമലിക അമലുക ബികാ, ദുനിയാവിൽ നീ ചെയ്ത ഏറ്റവും പ്രതീക്ഷയുള്ള അമല് ഏതാണ് സ്വഹാബി? സ്വഹാബി പറഞ്ഞു, കുന്തു അസ്ഖിൽ മാ, പലർക്കും ഞാൻ വെള്ളം കുടിപ്പിക്കാറുണ്ട്, കുടിക്കാനുള്ള ദാഹജലം ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മയും തിന്മയും മുഖാമുഖം കാണുന്നൊരു നേരമാണ്. നന്മ കൂടുതലായി വികസിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് വന്നാൽ റാഹത്തോടെ ഈമാനോടെ പിരിയാം. നന്മയുടെ മുഖങ്ങൾ കെട്ടുപോയിട്ട് തിന്മ മാത്രം വികസിച്ച് വന്നാലോ ഈമാൻ കിട്ടാതെ മരിച്ചു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖൈറായ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, വിഷമത്തോടെ കഴിയുന്ന പലരുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇത് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി, സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നിലക്കും നേതൃത്വം നൽകിയവർ, എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്ത് നല്ല നിലക്ക് മൂത്തായി പോകാൻ റബ്ബ് തആല